സിനിമ ഹച്ചിരിമ തിടുക്കത്തിൽ അരങ്ങത്തൊന്നുദിച്ചിടണ്ടേ ഒരു വരമത്തു സിനിമ സിനിമ തുടക്കത്തിൽ എടുത്തിട്ടൊന്നുരച്ചിടണ്ടേ ഓ ദൂരെ ദൂരെ ചിരിമ ദൂരത്തല്ലോ താരം ചാരത്തുണ്ടല്ലോ അമ്മേലെ കുട്ടി ചാടിക്കേറാം താരക്കൂട്ടത്തിൽ നീയും കേറിക്കൂടണ്ടേ അമ്മാനെ തേടി പാറിപ്പോകണ്ടേ സിനിമ മാച്ചിരിമ സിനിമ മാച്ചിരിമ എടാ എൽദോ നിന്നെ സിനിമയിലെടുത്തടാ. സിനിമ ഹച്ചിരിമ ഭീമ സിനിമ ചിരിമ. എല്ലാ പ്രേക്ഷകർക്കും ഭീമ സിനിമ ചിരുമയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഭീമ സിനിമ ചിരുമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ കേരള, കർണാടക ആൻഡ് തമിഴ്നാട്. ഇന്നൊരു പാവം ചിരിയുടെ പുണ്യാളനാണ് നമുക്ക് ഭീമ സിനിമ ചിരുമയിൽ അതിഥിയായിട്ട് വരുന്നത്. പേര് പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എവിടെയും പ്രിയ താരം ജയസൂര്യ. ഭീമ സിനിമ ചിരുമയിലേക്ക് വളരെ സ്നേഹപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം. ജയസൂര്യ, പപ്പക്കൊരു കാര്യം അറിയാം, മേലെടുത്ത് രാവും നായർ ചെറ്റ തന്നെയാണോ മക്കളെ? ഈ കൊരങ്ങൻ മനുഷ്യന്റെ പൂർവ്വന്മാരാണ്. നിങ്ങളുടെ കുടുംബാര്യങ്ങൾ ഇടപെടാൻ ഞാനില്ല. മേലെടുത്ത് രാവും നായർ ചെറ്റ തന്നെയാ. സക്സസ് ആയിട്ടുള്ള ബിസിനസ്സുകാരുണ്ടെങ്കിൽ അവരൊന്നും കലാകാരന്മാരല്ല. എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയാൽ പൊളിഞ്ഞു പോണേ എന്റെ. എന്റെ മൊബൈൽ നമ്പർ ഇവൻ തരും, മെസ്സേജ് വിട്ടാൽ മതി. അവിടെ പോയി ഈ കണ്ട പറമ്പുരയോടോ ഒക്കെ എന്റെ ചോരയും നീരും വീർപ്പുമാണ്, എന്റെ മാത്രം ചോരയും നീരും വീർപ്പും. സിനിമ ചിരിമ. ജയസൂര്യ, ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമുക്ക് ഒരു പുതിയ അതിഥി കൂടിയുണ്ട്. പുതിയതല്ല, വളരെ സീനിയർ ആയിട്ടുള്ളൊരു മിമിക്രി കലാകാരനാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി ഈ കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ കൊല്ലത്ത് നിന്ന് സിറാജ് എന്ന് പറയുന്നൊരു കലാകാരനുണ്ട്, വലിയ മിമിക്രി കലാകാരനാണെന്ന് അന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആ കലാകാരൻ ഇന്നിവിടെ വന്നിട്ടുണ്ട്. ഇന്നും മിമിക്രി രംഗത്ത് തുടരുന്ന കലാകാരനാണ്, വളരെ സീനിയർ ആയിട്ടുള്ള ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലുള്ള. സാറിന്റെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിലെ ഒരു സൂപ്പർ ഹിറ്റ് സീനിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. അരമണിക്കൂർ മുമ്പ് പുറപ്പെടണോ വേണ്ട, ആ പുറപ്പെട് എന്ന് പറയുന്ന സീനിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ് സിറാജിക്ക എന്ന് പറയുന്നത്. മാന്നാർ മത്തായില് ആ ഫോൺ സീക്വൻസിൽ സിറാജ് ഉണ്ട്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വൺമാൻ ഷോകൾ മുണ്ടെടുത്തുകൊണ്ട് വന്നുകൊണ്ട് നിന്ന് ഏറ്റവും കൂടുതൽ വൺമാൻ ഷോ ചെയ്തിട്ടുള്ള ഒരാളാണ്. അതെ, ഒരു കാലഘട്ടത്തിന്റെ ഹരമായിരുന്നു. ഇന്നും മിമിക്രി രംഗത്ത് തുടരുന്നു എന്നുള്ളതാണ്. സിറാജിനോടൊപ്പം ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു ഞങ്ങളൊക്കെ സിനിമയിൽ വന്നു. പലരും മിമിക്രി വേദി വിട്ട് പല രംഗത്തെത്തിയെങ്കിലും ഇന്നും മിമിക്രി രംഗത്ത് തുടരുന്ന ഒരു കലാകാരനാണ് കൊല്ലം സിറാജ്. സിറാജിനെ ഞാൻ എപ്പോഴും കാണുന്നത് ഒന്നില്ലെങ്കിൽ നസീർക്കയുടെ പ്രോഗ്രാമിന് മുമ്പ് അല്ലെങ്കിൽ ശേഷം. എപ്പോഴും എനിക്ക് മുമ്പായിരിക്കും എപ്പോഴും സിറാജിക്കയുടെ, കാരണം ഗാനമേള ഉണ്ടാവും. ഗാനമേള കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ പ്രോഗ്രാം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സിറാജിക്കയുടെ പ്രോഗ്രാം ഞാൻ ഈ ഇടവേളയിൽ ഒരു ഏകദേശം അരമണിക്കൂർ ഷോ സിറാജിക്ക എപ്പോഴും ചെയ്യുമല്ലോ. എപ്പോഴും ഞാൻ കാണുന്ന ഗാനമേളയുടെ ഇടയിൽ ആരുടെ ഗാനമേളയുടെ കൂടെ ആയിരുന്നു? അത് സാരംഗായിരുന്നു. എല്ലാം അത് ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും കൂടുതലും ഈ മിമിക്രി പറഞ്ഞു തുടങ്ങിയ കാലഘട്ടത്തിൽ ഈ ഗ്യാപ്പ് പ്രോഗ്രാം കൂടുതലും കിട്ടുക. ഒരു നാടകം കഴിഞ്ഞ് അടുത്ത നാടക സമിതി വരുന്നതിന് മുമ്പ് ഒരു ചെറിയ ഗ്യാപ്പ് അന്ന് ഒറ്റയ്ക്ക് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ അന്ന് ഈ നാടക വണ്ടി വരുന്ന അതിൻ്റെ ഹോൺ കേൾക്കുന്നവരെ പറഞ്ഞുകൊണ്ടിരിക്കണം. 1.5 മണിക്കൂറൊക്കെ ഒറ്റയ്ക്ക് നിന്ന് പല നമ്പറുകളും ഇങ്ങനെ കാച്ചിക്കൊണ്ടിരിക്കും. ഞെട്ടിപ്പോയിട്ടുണ്ട് ഒരുപാട് സ്റ്റാർസിന്. ഞാൻ ആദ്യമായിട്ട് സ്റ്റാർസൊക്കെ ഈ മരിച്ചുപോയവരൊക്കെ പരലോകത്ത് പോയിട്ട് ഉള്ള സാധനമൊക്കെ എനിക്ക് തോന്നുന്നു സിറാജിക്കാണ്. അല്ല, ഞാൻ ഇടയ്ക്ക് വെച്ചിരിക്കുന്നത് കൃത്യകാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പരലോകം സ്കിറ്റ് വൺമാൻ ഷോ അവതരിപ്പിച്ച് തുടങ്ങിയപ്പം ഓരോ നടന്മാരും മരിക്കാൻ തുടങ്ങി. അയ്യോ, അപ്പം ഞാൻ വിചാരിച്ച വേണ്ട, ഈ സിറാജ് ഇയാൾ ഇത് പറഞ്ഞു തുടങ്ങിയെന്ന് ചോദിച്ചാൽ പിന്നെ കുറച്ച്. അത് മാത്രമല്ല, ഈ പരലോകം വൺമാൻ ഷോ എന്ന് പറഞ്ഞാൽ ഈ കണക്ട് ചെയ്ത് പോകുന്ന ഓരോ ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് പറയേണ്ടതാണ്. കൈയടി നമുക്ക് ഇടയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സംഭവം കറക്റ്റ് ആകുമ്പോൾ കിട്ടുന്നല്ലാതെ ലാസ്റ്റ് നല്ലൊരു കൈയടി ഉണ്ടാകും. പക്ഷേ നമ്മളിപ്പോൾ ഓരോ നടൻ്റെ അടുത്തതായി പ്രേം നസീർ, അടുത്തതായി ജയൻ എന്ന് പറയുമ്പോൾ ഒന്നിങ്ങനെ നിന്നിട്ട് പറഞ്ഞ് തീരുമ്പോൾ ഉള്ള കയ്യടി, അവരുടെ പേര് പറയുമ്പോൾ ഒരു കയ്യടി. അതെ, ആ ഈ വൺമാൻ ഷോ പറഞ്ഞിട്ട് അത് കാരണം മാറ്റിയിട്ട് ഇപ്പം അത് തന്നെ ഞാൻ വൺമാൻ ഷോ അത് ചെയ്യുന്നുണ്ട്. സൂബാൻ്റെ തട്ടുകടയിൽ പല നടന്മാരും വന്നിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് പോകുന്ന സംഭവം. 40 വർഷമായി
മിമിക്രിയായിട്ട് വന്നിട്ട് 40 വർഷം. ഞാൻ സിറാജിക്കയും കൂടെ ഒരു ട്രിപ്പ് പോയിട്ടുണ്ട്. ആണോ? സൗത്ത് ആഫ്രിക്കയിൽ മിമിക്രിക്ക് പോയിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ. സൗത്ത് ആഫ്രിക്കയിൽ മലയാളികളുണ്ടോ? കുറച്ച് പേരുണ്ട്, ഒരു 10,000 പേരുണ്ട്. അവിടെ പരിപാടിക്ക് ഞാനും സിറാജിക്കയും കൂടെ പോയിട്ടുണ്ട്. വിജയ് യേശുദാസിന്റെ ഗാനമേളയായിരുന്നു. സിറാജിക്ക ദാസേട്ടന്റെ അവറിനായിട്ട് വരുമ്പോൾ ഇത്രയും ചെന്ന് സൗത്ത് ആഫ്രിക്കയിൽ നോക്കിയിട്ട് സിറാജിക്ക വെള്ളച്ചെരുപ്പെടുത്തില്ല. അവിടെ കിടന്ന് പരത്തിക്കൊണ്ടിരിക്കുമ്പോൾ വിജയ് യേശുദാസ് വന്നിട്ട് വിജയ് യേശുദാസിന്റെ ഒരു വെള്ള ഷൂസ് ഉണ്ട് എന്നാന്ന് പറഞ്ഞ് വിജയ് യേശുദാസിന്റെ വെള്ള ഷൂസ് ഇട്ടുകൊണ്ട് വിജയ് യേശുദാസിന്റെ മുന്നിൽ ദാസേട്ടൻ അനുകരിച്ചിട്ടുള്ള ആളാണ് സിറാജിക്ക എന്ന് പറയുന്ന ആള്. വിജയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പായെ കാണിക്കാന്ന് പറഞ്ഞ് കൊണ്ടുപോയി. ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. ഉമ്മുക്കമായിട്ടൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അന്ന് ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ ഉമ്മുക്ക പറഞ്ഞൊരു കാര്യം ഞാൻ എപ്പോഴും ഓർക്കുകയാണ്. KP ഉമർ, സിറാജ് നീ ഒരു ഉഴപ്പനാണ്, ഇൻഡസ്ട്രിയിൽ ഇടിച്ചു കയറണം, അബിയൊക്കെ വലിയ സ്റ്റാറായി നിൽക്കുന്ന കണ്ടില്ലേ. അബി സ്റ്റാറാന്ന് നയം വ്യക്തമാക്കുന്നു. മറ്റേ ജോഷി സാറിന്റെ സൈൻ ഇതിലേക്ക് കത്തി നിൽക്കുന്ന സമയമാണ്. ഉഴപ്പ് കൊണ്ട് കൂടുതലും പ്രശ്നമാണെന്ന് തോന്നുന്നു. അല്ല ഞാൻ അത് പലരും പല വിധത്തിൽ പറഞ്ഞിട്ടുണ്ട്. സിറാജ് യൂണിവേഴ്സിറ്റി, ഇപ്പം ഞങ്ങൾ കോട്ടയത്ത് എന്താണ് യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻ നടക്കുന്നത്. അന്ന് കൊല്ലത്ത് നിന്ന് സിറാജിനെയാണ് കോളേജിൽ SN കോളേജിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് പൈസ കൊടുത്ത് വിടുന്നത്. നമ്മളൊക്കെ സ്വന്തം പൈസ നിന്നാണ് മഹാരാജ് ഈവനിങ് കോളേജിലാണ് ഞാനന്ന്. ഈവനിങ് കോളേജിൽ നിന്ന് മത്സരത്തിന് പോകുന്നു. ഡേ കോളേജിൽ നിന്ന് അൻസാറും പ്രസാദുമാണ് വരുന്നത്. ഞാൻ ഈവനിങ് കോളേജിൽ നിന്നാണ് വരുന്നത്. ആ കൊല്ലത്ത് നിന്ന് SN കോളേജിൽ നിന്ന് വരേണ്ട ആളാണ് സിറാജ്. അപ്പോൾ സിറാജിന് അന്ന് എല്ലാവരും കൂടി പൈസ പിരിവ് കൊടുത്തിട്ട് അയച്ചതാണ്. സിറാജ് അതിന് വന്നില്ല. വരാതെ അത്രയും പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞ് അടിച്ചു പൊളിച്ചു എന്നാണ് അന്ന് പറഞ്ഞ കഥ. അത് പക്ഷെ അന്ന് യൂണിവേഴ്സിറ്റിക്ക് സിറാജിന് അന്ന് സമ്മാനം കിട്ടിയിരുന്നുവെങ്കിൽ സിറാജിന്റെ ലൈഫ് വേറൊരു വിധത്തിലായി. മുകേഷ് ഏട്ടന്റെ കൂട്ടത്തിൽ മത്സരിച്ചിട്ട് സിറാജിക്ക് ഫസ്റ്റ്, മുകേഷ് ഏട്ടന് സെക്കൻഡ് ആയിരുന്നു. ആ കൊല്ലം അന്ന് കൊല്ലം SN കോളേജിൽ നിന്ന് ആരുമില്ല, സിറാജ് വന്നില്ല. എന്നിട്ട് അവിടെ വന്ന് പുറകിൽ കൂടി വന്ന് മുകേഷ് വന്ന് അവിടെ ഉള്ള ആളുകളെയൊക്കെ മണിയടിച്ചിട്ടാണ് അവിടെ വന്ന് പേര് കൊടുത്ത് മത്സരിച്ചു. അന്ന് മുകേഷിന് സമ്മാനവും കിട്ടി, കോൺസലേഷൻ പ്രൈസ് എന്തോ കിട്ടി. അപ്പോൾ അതിനുശേഷം പിന്നീട് വളരെ കാലങ്ങൾക്ക് ശേഷം ചോദിച്ചപ്പോഴാണ് മുകേഷ് ഈ കഥ പറഞ്ഞത്. കൊല്ലം സിറാജാണ് അവിടെ വരേണ്ടത്. അപ്പോൾ കൊല്ലം സിറാജിൻ്റെ പ്രോഗ്രാം കാണാൻ വേണ്ടി വന്നപ്പോൾ സിറാജ് വന്നിട്ടില്ല. അവിടെ നിന്ന് കോളേജിൽ നിന്ന് പുറപ്പെട്ടു, ഇവിടെ വന്നില്ല. ഉഴപ്പാണ്. ഉഴപ്പിയൊന്നുമില്ല, വീട്ടിൽ നിന്ന് വിട്ടില്ല. ഇപ്പൊ വീട്ടിൽ നിർത്തുന്നില്ലല്ലോ, വീട്ടിൽ നിന്ന് പൊയ്ക്കോന്ന് പറയല്ല. നമ്മൾ ചില സമയങ്ങളിൽ വീട്ടിൽ നിന്ന് വിടില്ല. ഇപ്പൊ വീട്ടിൽ നിന്നിട്ട് ഒരു കാര്യമില്ലല്ലോ അല്ലേ. ഇപ്പൊ നമ്മളെയൊക്കെ അന്ന് വീട്ടിൽ നിന്ന് വിട്ടിട്ടില്ല. നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടില്ലെങ്കിലും ഫൈറ്റ് ചെയ്ത് പോവുകയാണ്. വേറെ കുഴപ്പമുണ്ടാക്കാനല്ല പോകുന്നത്, മോഷ്ടിക്കാനല്ല പോകുന്നത്, ആരുടെയും എന്തെങ്കിലും നശിപ്പിക്കാനോ അല്ല പോകുന്നത്. നമ്മുടെ ഉള്ളിലുള്ളൊരു കലയെ പ്രകടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ വീട്ടുകാരെ എതിർക്കുമ്പോഴും നമ്മൾ നല്ലതിനാണല്ലോ പോകുന്നത്. അവർ പേടിച്ചിട്ടാണ്. അവർ പേടിക്കുന്നത് നമ്മൾ ചെയ്യരുത് എന്നുള്ള ഉറപ്പോടുകൂടി നമ്മൾ പോയി. ഇന്നിപ്പോ വീട്ടുകാരുടെ ആവശ്യം 365 ദിവസം നമ്മൾ വെറുതെ വീട്ടിലിരിക്കുക. അതപ്പോ ഇപ്പൊ നമ്മൾ 365 ദിവസം വീട്ടിലിരുന്ന് എന്തായി പണിയില്ലെന്ന് ചോദിക്കും. പക്ഷെ ഇന്ന് നമുക്ക് വീട്ടിലിരിക്കാൻ നേരമില്ലാതായത് എന്തുകൊണ്ടാണ്? അന്ന് നമ്മള് വീട്ടുകാരുടെ കൂടെ വീട്ടുകാർ പറയുന്നതായിട്ട് അവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നെങ്കിൽ നമ്മളൊന്നും ആവില്ലായിരുന്നു. അപ്പൊ ചില സമയങ്ങളിൽ നമ്മൾ റിസ്ക് എടുക്കണം. റിസ്ക് എടുക്കുന്നവനെ വിജയം അവകാശപ്പെടാനുള്ളൂ. അതാണ് സിറാജിനെ പറ്റിയ എനിക്ക് തോന്നുന്നു. സിറാജ് ആ കാലഘട്ടത്തിലെ സ്റ്റാറായിരുന്നു. സിറാജ്, കൊല്ലം സിറാജിന്റെ മിമിക്രി എന്ന് പറഞ്ഞാൽ കേൾക്കാൻ ഞങ്ങളൊക്കെ ചെന്ന് നിൽക്കുമായിരുന്നു. ഞാൻ നടന്മാരുടെ ശബ്ദാനുകരണം തുടങ്ങി ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ ആ കാലഘട്ടത്തിൽ പ്രേം നസീർ, KP ഉമർ, ശങ്കരാടി, ആലമൂടൻ ഇവരുടെയൊക്കെ ശബ്ദം അനുകരിച്ചു. അത് കഴിഞ്ഞപ്പോൾ സുകുമാരൻ, സോമൻ, ജയൻ വന്നപ്പോൾ അവരുടെ ശബ്ദം അനുകരിച്ചു. അത് കഴിഞ്ഞപ്പോൾ മമ്മൂക്ക, ലാലേട്ടൻ ഇവരൊക്കെ വന്നപ്പോഴത്തേക്ക് അവരുടെ ശബ്ദം അനുകരിച്ചു. ഇപ്പോൾ അവരുടെ മക്കൾ അഭിനയിച്ചുള്ള അവരിൽ ചിലരുടെ ശബ്ദം അനുകരിക്കുന്നു. ഇനിയിപ്പോ ദുൽഖറിന്റെ മകന്റെ ശബ്ദവും കൂടി അനുകരിച്ചിട്ട് സിറാജ് മിമിക്രി ഇല്ല അതിനു മുമ്പ് സിറാജൊക്കെ സിനിമയിലായിരിക്കും. അല്ല, എന്തായാലും നമുക്ക് കാണാം അല്ലേ. പറയാം. സാധാരണ മിമിക്രി പറഞ്ഞ് തുടങ്ങുമ്പോൾ നടന്മാരുടെ ശബ്ദാനുകരണം പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ വേണുചേട്ടൻ്റെ ശബ്ദത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അങ്ങനെയാണ് തുടങ്ങുന്നത്. നെടുമുടി വേണു അദ്ദേഹം സിനിമാ ചിരിമയുടെ ഈ വേദിയിൽ വന്നുകൊണ്ട് 2 വാക്ക് സംസാരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, മഴവിൽ മനോരമയുടെ സിനിമാ ചിരിമയുടെ ഈ വേദിയിൽ വരുവാനും നിങ്ങളെയൊക്കെ കാണാനും ഒത്തിരി മിമിക്രി കലാകാരന്മാരെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഒരു 2 വരി കവിത ചൊല്ലാം. 59 പെൺപക്ഷി, അതിൻ്റെ കൂടെ ഒരു ആൺപക്ഷി,
ആൺപക്ഷികളും പെൺപക്ഷികളും തമ്മിൽ കൊത്തി തീർത്തൈ. എന്താ മനസ്സിലായില്ല എന്നുണ്ടോ? ഓ ഇനി ദുൽഖർ സൽമാൻ, ഉസ്താദ് ഹോട്ടൽ. പപ്പാക്കൊരു കാര്യം അറിയോ? ഞാൻ സ്വിറ്റ്സർലൻഡിൽ പോയത് ഷെഫിൻ്റെ പണി പഠിക്കാനാണ്. ഉപ്പപ്പാക്ക് നല്ല ബിസിനസ് മൈൻഡ് ഉണ്ട്. ഈ സിറ്റിയിൽ നിങ്ങളുടെ ബിരിയാണി കഴിഞ്ഞുള്ളൂ, ബാക്കിയല്ല. എന്നിട്ടും കട നഷ്ടത്തില്ല. അതെങ്ങനെ? ഉമ്മറക്കാൻ്റെ മോൻ്റെ കോളേജ് ഫീസ്, ആബിദാത്താൻ്റെ മോളുടെ നിക്കാഹ്, അങ്ങനെ നോക്കിയാൽ ഇങ്ങളീ കട നടത്തുന്നത് ഇവിടുത്തുകാർക്ക് വേണ്ടിയാ. പപ്പൻ്റെ എങ്ങനെ? അതായത് ഇപ്പോൾ ആമയൻ, പ്രാഞ്ചിയേട്ടൻ തുടങ്ങിയ സിനിമകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നടനാണ്. ന്യൂ ജനറേഷൻ സിനിമയിലെ ഓൾഡ് ജനറേഷൻ നടൻ ശശി കലിംഗ. നടൻ എന്ന സിനിമയിലെ ഒരു സംഭാഷണം. അതിവിടെ ഇരുന്നോട്ടിടോ മണികണ്ട, ഏതെങ്കിലും കള്ളന്മാര് മൂക്കിലിട്ടിടിച്ചതാണെന്ന് ആഡിയൻസ് അങ്ങോട്ട് കരുതിക്കോളും. കുറുപ്പ് സാറിന്റെ ഈ ബിൽഡിങ്ങിൽ ഭരതം മാഷ് തർക്കവേദിയുടെ ഓഫീസ് തുടങ്ങുന്നത് 74. നാടകത്തിനെന്നും പറഞ്ഞ് അയാൾ നഷ്ടപ്പെടുത്തിയതിന് വല്ല കയ്യും കണക്കുമുണ്ടോ? അപ്പൊ ആ ചോര തിളയ്ക്കും. നമുക്ക് പിന്നെ അതൊരു ശീലായി പോയതുകൊണ്ട് ഒരു തിളപ്പുമില്ല. ഇനി ഇന്ദ്രജിത്തിൽ പല മിമിക്രിക്കാരും മീശമാധവനിലെ ഡയലോഗ് പറയുന്നത്. ഞാൻ മമ്മൂക്കയുടെ വാത്സല്യം എന്ന ചിത്രത്തിലെ ഒരു പ്രശസ്തമായ ഡയലോഗുണ്ട്. മേലെടുത്തിരാവുന്ന ഒരു തെറ്റ് തന്നെ. അത് ഇന്ദ്രജിത്ത് പറഞ്ഞാലെങ്കിൽ ഇരിക്കും. മേലെടുത്തിരാവുന്ന ഒരു ചെറ്റ തന്നെയാ. ഈ കണ്ട പറമ്പുരയുടെ ഒക്കെ എൻ്റെ ചോരയും നീരും വേർപ്പുക. അന്ന് ജപ്തി ചെയ്ത് പഴയിറക്കി വിട്ടപ്പോൾ രക്ഷിക്കാൻ ഒരാൾ വന്നു, നമ്മുടെ കുഞ്ഞമ്മാമ. അന്നമ്മ പറഞ്ഞു കുഞ്ഞമ്മാമ നമ്മുടെ ദൈവമാണ്. എന്നിട്ട് അതേ നാവുകൊണ്ട് തള്ളി പറഞ്ഞു, മേലെടുത്തിരാവുന്ന ആര് നെറികേട് കാണിച്ചിട്ടില്ല, ഇനി കാണിക്കുകയുമില്ല. അപ്പൊ ഇന്ദ്രജിത്തിന്റെ അച്ഛൻ നമ്മുടെ ഡയലോഗ് നടൻ അന്തരിച്ച സുകുമാരൻ ഈ ഡയലോഗ് പറയുമ്പോൾ, അയ്യോ പാവം, മേലെടുത്തിരാവുന്ന ആര് ചെറ്റ തന്നെയാടോ പുള്ളേച്ച. ഈ കണ്ട പറമ്പും പുരയോടോ ഒക്കെ എൻ്റെ ചോരയും നീരും വീർപ്പുമാണ്, എൻ്റെ മാത്രം ചോരയും നീരും വീർപ്പും. നമ്മുടെ ക്യാപ്റ്റൻ രാജു, ഇപ്പോഴത്തെ വോയിസ് ക്യാപ്റ്റൻ രാജു ഇത് പറയുമ്പോൾ, മേലെടുത്ത് രാഘവൻ നായർ ചെറ്റ തന്നെയാണോ മക്കളെ. ഈ കണ്ട പറമ്പും പുരയുടെ ഒക്കെ വെള്ളോന്റെ ഒക്കെ ചോരയും നീരും വീർപ്പുക. അതൊക്കെ അപ്പൻ കൈവശപ്പെടുത്തി വെച്ചിരിക്കുക. വരട്ടേടാ മക്കളെ. ഇനി മധുസാറിൻ്റെ നേതൃത്വത്തിൽ ഒരു ചെറിയ ചർച്ച, ഒരു സംഭവം. മധുസാറ്, കൊച്ചു പ്രേമൻ, ബാബു, ഈ 3 സ്റ്റാർ വരും. പ്രിയമുള്ളവരെ, മലയാള സിനിമയുടെ 85ാം വാർഷികത്തോടനുബന്ധിച്ച് സിനിമാ താരങ്ങൾ പങ്കെടുക്കുന്ന ഒരു ഗാനമേള ഉണ്ടായിരിക്കുന്നതാണ്. ആരൊക്കെയാണ് എന്തൊക്കെയാണ് പാടാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. ആരാ ഇവിടെ മുട്ടുകാലിൽ ഇഴഞ്ഞു വരുന്നത്? ഓ ക്ഷമിക്കണം, കൊച്ചുപ്രേമനായിരുന്നു. വരണം മിസ്റ്റർ കൊച്ചുപ്രേമൻ. അപ്പോഴേ മധുമച്ചമ്പിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. ഇത്തിരി പൊക്കം കുറഞ്ഞു പോയത് കൊണ്ട് ഇങ്ങനെ കളിയാക്കരുത് കേട്ടോ. എൻ്റെ പാട്ട് ഞാൻ തന്നെ അങ്ങ് പാടിയേക്കാം. തൊട്ടില്ല മുട്ടിട്ടു വല്ലോ മേലാകെ. എങ്ങനെയുണ്ട്? വളരെ മനോഹരമായിരിക്കുന്നു. ഇങ്ങനെയാണ് പാടുന്നതെങ്കിൽ മേലാകെ മുട്ടിടും, നാട്ടുകാരുടെ തല്ലുകൊണ്ടിട്ട്. ഇനി ആരാ ഇവിടെ പാത്തും പതുങ്ങി നിൽക്കുന്നത്? ധൈര്യമായിട്ട് കടന്നു വരൂ. ഓ, ബാബു നമ്പൂതിരിയായിരുന്നു. വരണം മിസ്റ്റർ ബാബു നമ്പൂതിരി. മലയാള സിനിമയുടെ 85ാം വാർഷികം എന്ന് കേട്ടപ്പോഴേ എൻ്റെ നെഞ്ചൊന്ന് കാളി. പിന്നെ സ്റ്റേജിൽ കയറി ഒരു പാട്ട് പാടുമെന്ന് പറഞ്ഞപ്പോഴാ കത്തൽ വീണ്ടും കൂടിയത്. എല്ലാവരും പാടുമ്പോൾ ഞാൻ പാടാതിരുന്ന മോശമല്ലേ? അതുകൊണ്ട് ഒരു ഹിന്ദി പാട്ട് അങ്ങ് പാടിയേക്കാം. രൂപുത്തരാ മസ്താന, പ്യാര് മേരാ ദീവാന, പൂലുകോയെ ഹം സേന ഹോ ഗയി. വളരെ മനോഹരമായിരിക്കുന്നു. മേലിൽ ആവർത്തിക്കരുത്. അപ്പോൾ സിറാജ് അല്ലേ, സിറാജ് ഇന്നും ആ അന്നത്തെ അതേ ആ ഒരു പെർഫെക്ഷൻ നിലനിർത്താൻ സാധിക്കുന്നത് വലിയ കാര്യമാണ്. കോറക്റ്റ് ഇത്രയും ഇപ്പൊ വന്നിട്ടുള്ളവരൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനത് കുറേ പറഞ്ഞു നോക്കി, വളരെ അങ്ങനെ പെർഫെക്റ്റ് ആണെന്ന് നല്ലതുപോലെ തോന്നിയാൽ മാത്രമേ സ്റ്റേജ് ഇടൂ. അങ്ങനെ കുറെ സ്റ്റാർ ഇങ്ങനെ പരീക്ഷണ ഘട്ടത്തിൽ ഇരിപ്പുണ്ട്. വീട്ടുകാരുടെ മുമ്പിൽ ഇങ്ങനെ ആ വൈഫിനോട് പറഞ്ഞു അപ്പൊ അവര് പോയിക്കോളാൻ പറയും, അപ്പോഴേ പോകും. ഓക്കെ, എന്തായാലും ഇനിയും അങ്ങനെ ആരും തടഞ്ഞു നിർത്താത്ത ഒരു കലാജീവിതം സിറാജിനുണ്ടാവട്ടെ. സിനിമയിലും വേദിയിലും ഒരുപാട്
പ്രകടനങ്ങൾ കാഴ്ചവെക്കാനാവട്ടെ. 4 പതിറ്റാണ്ടുകളാണ് തീർത്തത്. അതിനൊരു പ്രത്യേക ഐഡി നമ്മൾ കൊടുക്കും. ധീരതയോടെ നയിച്ചോളൂ ലക്ഷം ലക്ഷം പിന്നാലെ എന്ത് ലക്ഷം പിന്നാലെ 10,000 പോയിട്ട് 2,000 പോയിട്ട് 500 ഒരു ആളില്ലടാ. നമ്മൾ ഉള്ള വിളിച്ചാ പോരെ. അത് ശരി. ആ അപ്പൊ ഇപ്പൊ എത്ര പേരുണ്ട് നമുക്ക്? ആ കല്ലറ ചില്ലറ ആളല്ലേ ഉള്ളൂ. അന്നതേ പിടിച്ചോ. അല്ലറ ചില്ലറ പിന്നാലെ നിങ്ങൾക്ക് എല്ലാവർക്കും 500 രൂപയും ഭക്ഷണവും താമസമാണ് നേതാവ് പറഞ്ഞിരിക്കുന്നത്. 500 രൂപ വൈകുന്നേരം കൊണ്ട് തരും. താമസം ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ നമ്മുടെ മെയിൻ മുദ്രാവാക്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം നൽകൂ ജീവൻ രക്ഷിക്കൂ. നമുക്ക് ഭക്ഷണം കിട്ടിയില്ല. നേതാവ് ഒന്ന് വരട്ടെ എന്നിട്ട് ഭക്ഷണം തരാം. അത് മതിയല്ലേ? പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേതാവിനെ വിജയിപ്പിച്ചെടുക്കണം. അതിന് ശക്തമായ മുദ്രാവാക്യം വേണം. ഞാൻ വിളിക്കണം, ഏറ്റു വിളിക്കാം. അമ്മമാരെ പെങ്ങന്മാരെ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ചിങ്ങം പഴവും കണ്ടേക്കാം. കിട്ടുമോ? ചിങ്ങമ്പഴം ചിന്നം പലതും കണ്ടേക്കാം. നമ്മുടെ ചിന്നം മലം പാമ്പ്. നേതാവ് വരുന്നു. മലയോര മേഖലയിലെ ആയിരങ്ങളുടെ 10,000ങ്ങളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ കരുത്തറ്റ കരങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ സാരഥി ഇതാ ഈ എൻ്റെ തൊട്ട് പിന്നാലെ കാൽനടയായി നടന്നു വരുന്നു. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. നമ്മുടെ ചിഹ്നമായ മലമ്പാമ്പിനെ നിങ്ങളുടെ പ്രിയപ്പെട്ട സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി വിജയിപ്പിക്കുക. തോൽവി വിജയത്തിന്റെ മുന്നോടിയാണെന്ന് പറഞ്ഞുകൊണ്ട് 4 തവണ പരാജയത്തിന്റെ പടുകുഴിയിലെ 4 പ്രാവശ്യം പടുകുടിയിലേക്ക് പോയതാണ്. മാന്യമായിട്ട് 4 തവണ നിന്ന് 4 തവണയും വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ഞാൻ പൊട്ടിയതാണെന്ന് ജനങ്ങൾക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം, എനിക്കും അറിയാം, എൻ്റെ വീട്ടുകാർക്കും അറിയാം. അതെ, ഇവിടെ നിന്ന് ഈ അധിക പ്രസംഗം നടത്തണ്ട. പിന്നെ എണ്ണാമെങ്കിൽ എണ്ണിക്കൊന്ന് ഞാൻ കണ്ടു. ഞാൻ വരുന്ന വഴിക്ക് എണ്ണി. ഒരു പോസ്റ്ററില്ല, ഒരു ഫ്ലക്സ് ഇല്ല, ഒരു ചുവരെഴുത്തില്ല. എന്തിനാടാ ഞാൻ നിങ്ങൾക്കൊക്കെ കാശ് മുടക്കുന്നത്? ഫ്ലക്സ് ആര് നിരോധിച്ചെന്നാ പറയുന്നത്? മുഖ്യമന്ത്രി നിരോധിച്ചത്. മുഖ്യമന്ത്രി ഒരു മീറ്റിംഗിൽ പങ്കെടുത്തപ്പോൾ മുഖ്യമന്ത്രിയുടെ ഫ്ലക്സ് അവിടെ കണ്ടില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ് നിരോധിക്കാൻ. പിന്നെ അനുയായികൾ 10,000 ഫ്ലക്സ് അടിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ് ഫ്ലക്സ് നിരോധനം പിൻവലിച്ചെന്ന്. ഇവിടെ ആര് പറഞ്ഞാൽ എന്റെ ഫ്ലക്സ് നിരോധനം പിൻവലിക്കാൻ? ഒരെണ്ണം നിങ്ങളുടെ ചിലവിലെങ്കിലും എനിക്ക് ഒരെണ്ണം അടിച്ചു വെച്ചുകൂടായിരുന്നു. പത്മശ്രീ പരമേശ്വരൻ എന്നാണ് എന്റെ പേര്. പത്മശ്രീ പരമേശ്വരൻ. അത് എവിടെ നിന്ന് കിട്ടിയടാ? പരമേശ്വരൻ നേതാവാണല്ലോ, തെരഞ്ഞെടുപ്പിന്റെ ഒരു പരമേശ്വരൻ കയറി. ഈ പത്മശ്രീ എവിടെ നിന്ന് കിട്ടിയടാ? അതായത് ഇവിടെ 4 പേരാണ് പരമേശ്വരന്മാര് മത്സരിക്കുന്നത്. എല്ലാവരുടെ പേരുടെ ഫ്രണ്ടിൽ ശ്രീ ഉണ്ട്. എല്ലാവരും ശ്രീയുമായി ബന്ധപ്പെട്ടതാണ്. എന്റെ അങ്ങനെയല്ലോ. അതുകൊണ്ടല്ലേ ഞാൻ ഫ്രണ്ടിൽ ഒരു പത്മ ഇട്ടത്. ഈ പത്മ എവിടെ നിന്ന് കിട്ടിയെന്ന് ഞാൻ ചോദിക്കണത്. നേതാവിന്റെ വീട് എവിടെ? എന്റെ വീട് പത്മടത്തീരിന്റെ പുറകിലാണ്. ആ പത്മ എടുത്ത് ഞാൻ പേരിന്റെ ഫ്രണ്ടിലോട്ട് ഇട്ടു. അപ്പൊ ഞാൻ ജെട്ടിയുടെ മുമ്പിലാണ് താമസിക്കുന്നത് വെച്ച് ജെട്ടി ശ്രീ പരമേശ്വരൻ എഴുതി വെക്കും. എന്നതാടാ, എനിക്ക് എന്റേതായ ഒരു നിലയും വിലയില്ലടാ. 4 പ്രാവശ്യം നിത്യമായിട്ട് നിന്ന് പൊട്ടുന്ന ഒരു സ്ഥാനാർത്ഥി അല്ലടാ ഞാൻ. എന്നെ ഇത്തവണയെങ്കിലും ജയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ നിങ്ങളെയൊക്കെ കൂടെ എത്തിയത്. അതുകൊണ്ടല്ലേ എളിമയുള്ള ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. എളിമയുള്ള ഫോട്ടോ. ഈ ഫോട്ടോ എവിടെന്നാ നിനക്കറിയോ? അല്ല, ഭാര്യ അവള് തരും. ഞാനും അവളും കൂടി ഒരു ഉടക്കുടക്കിയപ്പോൾ അവളെ എന്നെ ചൂലിനെടുത്ത് അടിക്കാൻ വന്നപ്പോൾ ഞാൻ തല്ലല്ലേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സീനുണ്ട്. ആ സമയത്ത് അവളുടെ തന്ത എടുത്ത ഫോട്ടോ അത് തന്നെ അവളിനകത്ത് തിരിച്ചറിയാൻ കാർഡിൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് തന്നു. എന്തിനാണ് ആ ഫോട്ടോ ഇട്ടത്? അല്ല ചേട്ടാ, എന്റെ ഭാര്യയെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എന്ത് പറഞ്ഞവള്? ഒട്ടും പ്രതീക്ഷിക്കണ്ടെന്ന് പറഞ്ഞു. ജയിക്കുന്ന കാര്യത്തിലോ? ജയിക്കുന്ന കാര്യമല്ല, ചേച്ചിയുടെ വോട്ട് പ്രതീക്ഷിക്കും. അവൾ എന്റെ ലിസ്റ്റിലില്ല. എടാ, എനിക്ക് തരുണീമണികളായ സ്ത്രീ എന്താടാ എന്റെ അനുയായികൾ എന്നെ കണ്ടിട്ടൊന്നും മൈൻഡും ചെയ്യുന്നില്ല, ഒരു മുദ്രാവാക്യം വിളിക്കുന്നില്ലല്ലോ. പരിചയമില്ലാത്തോണ്ടാ. എന്നെ പരിചയമില്ലെന്നോ? സ്ഥാനാർത്ഥിയെ പരിചയമില്ലെന്നോ? മലയാളികളല്ലേ, ബംഗാളികളാ. മലയാളികളെ കിട്ടിയില്ലേ? ഇല്ല. 500 രൂപ എവിടെ നിന്ന് കിട്ടണം മലയാളികളെ? എന്തായാലും വന്ന് ഇതോടെ പോണത് വോട്ട് പിടിക്കാൻ പോണു. ഞാൻ വിചാരിച്ച് തവള പിടിക്കാൻ പോവാണ്. പിന്നെ ഞാൻ എത്ര കാശ് മുടക്കിയിട്ടാണ് നിന്നെ ഞാൻ ഈ രംഗത്തിറക്കിയത്. ഏതെങ്കിലും ഒരു ഫ്ലക്സ്, ഒരു ചുവരെടുത്തെങ്കിലും നിനക്ക് എവിടെയെങ്കിലും കണ്ടിരുന്നെങ്കിൽ എന്റെ മനസ്സൊന്ന് തൃപ്തിയാവില്ലേ? എടാ, ഞാൻ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തടാ? ഒരു ഫ്ലക്സ് എങ്കിലും എവിടെയെങ്കിലും നിന്നെ കൊട്ടിക്കായിരുന്നില്ലേ? എന്റെ നേതാവ് എല്ലാം അറിഞ്ഞാ? ഇല്ല. ഇന്നലെ രാത്രി നേതാവിന്റെ കംപ്ലീറ്റ് ഫ്ലക്സും കംപ്ലീറ്റ് പോസ്റ്ററും എല്ലാം ഒട്ടിച്ച് വന്ന വഴിക്ക് നേതാവിന്റെ എതിർ സ്ഥാനാർത്ഥി ശിങ്കടി നേതാവിന്റെ ഒരു പോസ്റ്റർ വലിച്ചങ്ങാട് കീറി. അപ്പൊ ഞാൻ വെറുതെ വിടുവാ? ഞാൻ അവന്റെ 2 പോസ്റ്റർ വലിച്ചങ്ങാട് കീറി. അവൻ വെറുതെ വിടുവാ? അവൻ 4 നേതാവിന് വലിച്ചങ്ങാട് കീറി. ഞാൻ വെറുതെ വിടുവാ? ഞാൻ അവന്റെ 6 വലിച്ചങ്ങാട് കീറി. അപ്പൊ അവൻ വെറുതെ വിടുവാ? അവൻ നേതാവിന്റെ 16 പോസ്റ്റർ വലിച്ചങ്ങാട് കീറി. അപ്പൊ ഞാൻ വെറുതെ വിടുവാ? ഞാൻ അവന്റെ 22 വലിച്ചങ്ങാട് കീറി. അപ്പൊ അവൻ വെറുതെ വിടുവാ? അപ്പൊ അവൻ നേതാവിന്റെ കംപ്ലീറ്റ് പോസ്റ്ററും ഫ്ലെക്സും എല്ലാം വലിച്ചും കീറി കുറെ ചാണാമ്പെള്ളവും ടാറും വലിച്ചങ്ങട് വെച്ചു. ഇപ്പൊ ഒറ്റ പോസ്റ്ററും നേതാവിന്റെ. ഞാൻ വിടും.
കാശ് മുടക്കി ഞാൻ ഫ്ലക്സ് അടിച്ചിട്ട് ഞാൻ ഒരെണ്ണം കീറി കഴിഞ്ഞപ്പോൾ നിനക്കത് വിട്ടുകളഞ്ഞാൽ പോരായിരുന്ന? നീ അത് കിറന്നതുകൊണ്ടുള്ള ലോകത്തുള്ള മുഴുവൻ പോസ്റ്ററും കീറിക്കളഞ്ഞത്. ഭക്ഷണം നൽകൂ, ജീവൻ രക്ഷിക്കൂ. ഭക്ഷണം പോയിട്ട് പച്ചവെള്ളവിന് കൊടുത്തു പോരുത്. നേതാവേ അങ്ങനെ പറയരുത്. അവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ നേതാവിനെ എടുത്ത് ഉണ്ടാക്കി പ്രസംഗിച്ചിട്ടാണ് അനൗൺസ്മെന്റ് ചെയ്ത് നടന്നിട്ടാണ് അവന്റെ സൗണ്ട് പോയത്. ഇവൻ അനൗൺസ്മെന്റ് കഴിഞ്ഞിട്ടല്ല ഇവന്റെ തൊണ്ട പോയത്. ഞാൻ ഇന്നലെ പാതിരാത്രി ആ കവലയിൽ നിന്ന് പ്രസംഗിക്കണത് ഇരുട്ടിലായി പോയി. കറണ്ട് പോയി നേരത്ത് ഞാൻ വായിട്ടലച്ചു നിന്ന് പ്രസംഗിക്കുമ്പോൾ പുറകിൽ നിന്നൊരു കൂക്ക് കേട്ടു. ഊമകൾ വരെയും കൂക്ക് ഭാവം പഠിച്ചപ്പോൾ അവിടെ നിന്ന് കൂകിയത് നീയല്ലടാ. അവിടെ നിന്ന് കൂകിയത് നീയല്ലേ? അതാ നേതാവാണ് രാത്രി പ്രസംഗിച്ച്. പിന്നല്ലാതെ ഇരുട്ടത്ത്. അതെ, സത്യം പറഞ്ഞ ആള് മാറിപ്പോയി. കുറെ വിവരക്കേട് പറഞ്ഞു കേട്ട് അത് കേട്ടപ്പോ ഞാൻ അറിയാണ്ട് കൂവിപ്പോയതാണ്. നേതാവ് ചേർത്തില്ല. നേതാവേ ഇനി പേടിക്കണ്ട, ഇത് നേതാവിന്റെ പോസ്റ്റർ കംപ്ലീറ്റും. ഇതെല്ലാം കൂടെ എന്റെ വീടിന്റെ ബാത്റൂമിന്റെ ഉള്ളിൽ കൊണ്ട് ഒട്ടിക്കാൻ പോണേ. അവന്മാര് കീറണമെന്ന് കാണണം. എന്റെ അടുത്താ കളി. അതെ നേതാവേ, അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. നേതാവ് എന്ന് പ്രസംഗിച്ചപ്പോഴേ എന്താ പറഞ്ഞു കുട്ടി? സമ്മതിദാനാവകാശം എന്ന് പറയേണ്ടത് എന്താ പറഞ്ഞു? എടാ, സമ്മതിദാനാവകാശം എനിക്ക് കിട്ടില്ല. അതുകൊണ്ട് ഞാനത് ഓട്ടത്താക്കി മാറ്റിയിട്ട്. എന്നാ ഓട്ടം എന്ന് പറഞ്ഞാൽ മതി. ഈ നാടിന്റെ പേരും പെരുമയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പ്രിയമുള്ളവരെ, പാമ്പ് അടയാളത്തിലാണ്, വെറും പാമ്പല്ല മലമ്പാമ്പ് അടയാളത്തിലാണ് ഞാൻ മത്സരിക്കുന്നത്. 4 തവണ അമ്പിച്ച ഭൂരിപക്ഷത്തോട് നിന്ന് പൊട്ടിയ ഒരു സ്ഥാനാർത്ഥിയാണ്. ഒരേ ഒരു തവണ എന്നെ ജയിപ്പിക്കുക. പിന്നെ ഞാൻ ഈ മണ്ഡലത്തിൽ നിൽക്കില്ല, മത്സരിക്കില്ല. എന്റെ ഒരു ആഗ്രഹമാണ്. പിറ്റേ ദിവസം വേണമെങ്കിൽ ഞാൻ രാജിവെച്ചേക്കാം. ഒരു കൊതി, ഒരു കൂതി. ഞാൻ പറഞ്ഞില്ലേ, ഈ മലമ്പാമ്പെന്ന ചിഹ്നമാണ് പ്രശ്നം. നേതാവിന് മാച്ച് ചെയ്യുന്ന ഒരു പേരിട്ടൂടെ? മരപ്പട്ടി ചോദിച്ച് കിട്ടിയില്ല, മലമ്പാമ്പാണ് കിട്ടിയത്. മലമ്പാമ്പിന് എന്താണ് ഒരു കുഴപ്പം? പാമ്പുകളിൽ ഏറ്റവും നല്ല പാമ്പാണ് മലമ്പാമ്പ്. മാത്രമല്ല മനുഷ്യൻ തിന്നുന്ന പാമ്പാണ് മലമ്പാമ്പ്. മലമ്പാമ്പിനോട്ട് ചെയ്യുക, മലമ്പാമ്പിനോട്ട് ചെയ്യുക. മതി, ആവേശമൊക്കെ കൊള്ളാം. പിന്നെ ഒരു കാര്യം, ഈ മലമ്പാമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള മെയിൻ കാരണം ഏറ്റവും കൂടുതൽ മനുഷ്യനുമായി ബന്ധപ്പെട്ടിട്ടൊരു പാമ്പാണ്. മലമ്പാമ്പിനെ തിന്നിട്ടുണ്ടാ? ഇല്ല. കിട്ടിയാ വിടൂല്ല പോലീസുകാരി. അതുകൊണ്ട് അവരറിയാതെ വേണം നമ്മൾ ഇതിരുന്ന് തിന്നാൻ. പിന്നെ മനുഷ്യനുമായിട്ട് പക്ഷിമൃഗാദികൾക്ക് പണ്ട് മുതലേ ഒരു ബന്ധമുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരങ്ങനെയും കഴുതയും കുതിരയും പട്ടിയെയും പൂച്ചയൊക്കെ സൃഷ്ടിച്ചിട്ട് ദൈവം ലാസ്റ്റ് ബസ്സിന് കയറാൻ പോകുമ്പോഴാണ് ഈ പക്ഷിമൃഗാദികൾ പറയണത് ഒരു മനുഷ്യനെ കൂടി സൃഷ്ടിച്ചിട്ട് പോകുന്നു. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുന്ന ഞങ്ങളൊക്കെ ചിഹ്നങ്ങളായിരിക്കും, നിൽക്കാൻ ഒരാൾ വേണ്ടി. അങ്ങനെ അവരുടെ ഔദാര്യം കൊണ്ടുണ്ടായതാണ് ഞാനും നീ നിൽക്കുന്ന എല്ലാവരും. അപ്പൊ അതുകൊണ്ട് ആ ബന്ധം നമുക്ക് എപ്പോഴും പക്ഷിമൃഗാദികളോട്. അല്ല, ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. ഇപ്പൊ നേതാവ് കുരങ്ങൻ എന്ന് പറഞ്ഞില്ല, ഈ കുരങ്ങൻ മനുഷ്യന്റെ പൂർവ്വന്മാരാണോ? എന്നോട് ആര് പറഞ്ഞു? എന്റെ അപ്പൂപ്പൻ പറഞ്ഞതാ. നിങ്ങളുടെ കുടുംബാര്യങ്ങളിൽ ഇടപെടാൻ ഞാനില്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് ഇടപെടാം. അതെ, കാര്യം ഈ മണ്ഡലം ഇത്തവണ 2ആയിട്ട് വിഭജിച്ചിരിക്കുകയാണ്. കാര്യം എന്റെ അരമണ്ഡലം മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. പിന്നെയുള്ളത് മലമണ്ഡലമാണ്. മലമണ്ഡലവും അരമണ്ഡലവും ചേർന്നതാണ് എന്റെ നിയോജക മണ്ഡലം. മലയടി വാരത്തിൽ ചെന്ന് മൂപ്പനോട് പറഞ്ഞ് കാട്ടുവാസികളുടെ വോട്ടും കൂടി നമ്മുടെ കയ്യിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ വിജയം സുനിശ്ചിതമാകും. അതെ, വിജയം സുനിശ്ചിതമാക്കാനായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. പേരും പ്രശസ്തിയും വേണം. അതിനെ നമ്മളൊന്ന് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കണം. ആ എതിർകക്ഷി രാജപ്പനുണ്ടല്ല, ഇന്നത്തേക്ക് 30-ാം ദിവസം അയാൾ നിരാഹാരം ചെയ്യണം. ഒരു ദിവസം പോയി നിരാഹാരം ചെയ്ത ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റി. രാജപ്പനെ എനിക്കറിയാവുന്നത്ര നിനക്കറിയില്ല. എനിക്കറിയണ്ട, അയാൾ 30-ാം ദിവസം നിരാഹാരം ചെയ്യണം. 30 പോയിട്ട് 30 മിനിറ്റ് നിരാഹാരം കിടക്കാത്തവനാണ് രാജപ്പൻ. ഇന്ന് 30-ാം ദിവസം എഴുതി വെച്ചാൽ ഞാൻ എന്റെ കണ്ണുകൊണ്ട് വായിച്ചു. അവന്റെ നിരാഹാരത്തിന്റെ ഇടയിലുള്ള ട്രിക്ക് നിനക്കറിയാമോ? എന്താണ്? അവൻ നിരാഹാരം കിടക്കും, അവന്റെ അനുയായികൾ വന്ന് ഒരു ഹാരമിടും, ഹാരത്തിന്റെ ഇടയിൽ പലഹാരം ഉണ്ടാവും. ഈ പലഹാരം അവൻ ആഹാരമാക്കും. അതുകൊണ്ട് നിരാഹാരത്തിന്റെ കിടക്കുമ്പോൾ അവനൊരു ക്ഷീണം ഉണ്ടാകും. എടാ, അതുപോലെയല്ല ഞാൻ, കള്ളത്തരം കാണിക്കുന്നവനല്ല ഞാൻ. ഞാനെന്ന് പറഞ്ഞാൽ 3 ദിവസമായി ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട്. വീട്ടിൽ തരാണ്ടല്ലോ. എന്താണെങ്കിലും ഞാൻ ഭക്ഷണം കഴിക്കാണ്ട് നടക്കുന്നുണ്ടാ? ആ ഒരു ആത്മാർത്ഥത ഞാൻ കാണിക്കുന്നില്ലേ? എവിടെ കൈ നോക്കട്ടെ. നല്ല ബീഫ് കറി ഉണ്ടല്ലോ. അത് ഞാൻ കിടന്നുറങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു ബീഫിന്റെ ചാറവളിന്റെ കയ്യിൽ തേച്ചിട്ടുണ്ട്. കയ്യിൽ തേച്ചാണ്. എവിടെയെങ്കിലും കിടന്ന് നാണം കിടന്നത് അവർക്ക് എപ്പോഴും ഒരു ഇൻട്രസ്റ്റ് ആണ്. 4 തവണ തോറ്റി, ഒരു തവണയെങ്കിലും ജയിക്കണം. ഈ ജനങ്ങളുടെ എന്തെങ്കിലും അവസ്ഥ, അവരുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ അല്ലെങ്കിൽ സഹായങ്ങൾ, വികസനം എന്തെങ്കിലും നടത്തണം നമ്മുടെ നാട്ടില്. നമ്മുടെ നാട്ടിൽ ഇനി എന്ത് വികസനം നടത്തണം? റോഡിന്റെ വീതിയൊക്കെ ഒന്ന് കൂട്ടിയല്ല. എടാ, മറ്റു സംസ്ഥാനങ്ങളെ പോലെയല്ല. മറ്റു സംസ്ഥാനങ്ങൾ വീതി കൂടിയ റോഡുകൾ ഉള്ളപ്പോൾ കേരളത്തിന്റെ റോഡുകൾ എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ റോഡുകളാണ്. കേരളം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വന്തം നാട്, ഗോഡ്സ് ഓൺ കൺട്രിയാണ്. ദൈവത്തിലേക്കുള്ള വഴി എപ്പോഴും ഇടുങ്ങിയതാണ്. നമ്മൾ ഇനി ആ വഴികൾ ഒരിക്കലും വലുതാക്കരുത്. വഴി വലുതാക്കണ്ട. ഒരു കാര്യം ചെയ്യട്ടെ, ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്കൊന്നും ഇറങ്ങിച്ചെല്ലാൻ പാടില്ല. ഏത് പ്രശ്നത്തിലാണ് ഞാൻ ഇറങ്ങിച്ചെല്ലാത്തത്? ഇപ്പൊ തന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരുത്തം വണ്ടി ഇടിച്ച് ലോഡ് ചോരച്ച് കുളിച്ച് കിടക്കണം. ഞാൻ അപ്പൊ തന്നെ അവിടെ ചെന്ന് ഉടനെ പോലീസിൽ വിളിച്ചു പറഞ്ഞു. അന്ത്യശ്വാസം വലിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു അനാശാസ്യം നടക്കുന്നു. ഉടനെ പോലീസ് എത്തി, ഫയർഫോഴ്സ് എത്തി, ആളുകളെത്തി, നാട്ടുകാരെത്തി, അത് മൊബൈലിലെത്തി, വാട്സപ്പിലൂടെ ഇപ്പൊ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അന്ത്യശ്വാസം വലിക്കുന്ന അനാശാസ്യം എന്നാണ് പറയുന്നത്. അന്ത്യശ്വാസം വലിക്കണം എന്ന് പറഞ്ഞാൽ ഒരു പട്ടി പോലും വരില്ല. അനാശാസ്യം എന്ന് പറഞ്ഞാൽ തളർന്നു കിടക്കണം വരെ ഓടി. അപ്പൊ അത് രംഗത്തേക്ക് വരികയും വാട്സപ്പിലൂടെ പ്രചരിക്കുകയും ചെയ്യും. അതാണ് എന്റെ ബുദ്ധി. അതെ, ആ രമണന്റെ വീട്ടുകാര്, ആ രമണൻ ചന്ദ്രയും കൂടി ഇന്നലെ രാവിലെ 7 മണി തൊട്ട് തുടങ്ങിയ വഴക്കാം. നമ്മുടെ മണ്ഡലത്തിലുള്ളതാണ്. നേതാവ് അവിടെ ചെന്നാൽ ഒന്ന് സോൾവ് ചെയ്യും. അവിടെ ഒരു പോക്ക് പോയതിന്റെയാണ് ആ വഴക്ക് അവിടെ നടക്കുന്നത്. ഈ രണ്ടാമത് എന്നിട്ട് വേണം അതൊരു കൊലപാതകത്തിൽ കലാശിക്കാം. അതെന്താണത്? അവന്റെ ഭാര്യയും ഞാനും കൂടി ചെറിയ ഇതാണെന്ന് പറഞ്ഞിട്ട് അവര് വലിയ സംശയമാണ്. പാതിരാത്രി 12 മണിക്കല്ല വോട്ട് പിടിക്കാൻ ചില. എനിക്കറിയോ ആ സമയത്ത് അവൻ അവിടെ ഉണ്ടാവുന്നു. ഈ ഇലക്ഷൻ ഇങ്ങനെ കൂടെ വരുന്ന പ്രശ്നം എത്ര പൈസ വെറുതെ കളയുന്നത്? എങ്ങനെ പറയരുത്? ഇലക്ഷൻ പണ്ടൊക്കെ 5 കൊല്ലം കൂടിയാ വരുന്നത്. ഇലക്ഷൻ ഈ മാറി 5-6 മാസങ്ങൾക്കിടയിൽ ഉപതെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട നമ്പറാണ്. നമ്മുടെ പൂർവികുമാരെ കാണാനുള്ള സുബല നിമിഷമാണത്. എങ്ങനെ? മരിച്ചുപോയവരെ കാണണമെങ്കിൽ ഇലക്ഷൻ വരണം.
അതെന്താ പരിപാടി? മരിച്ചുപോയവരെ കാണണമെങ്കിൽ ആ പോളിംഗ് ബൂത്ത് ചെയ്ത് നിന്നാൽ മതി. മരിച്ചുപോയവരൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് പോകണം കാണാം. കഴിഞ്ഞ തവണ എന്റെ ഭാര്യയുടെ അമ്മാവൻ വന്നു. അവള് കാത്തു നിന്ന് കണ്ടില്ല. അവള് വീട്ടിൽ പോയ നേരത്തിന് അമ്മാമ്മ നോട്ട് ചെയ്തിട്ട് പോയി. നിങ്ങളുടെ മരിച്ചുപോയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇലക്ഷൻ്റെ പോയി നിന്നാൽ മതി, നിങ്ങൾക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ എന്റെ അമ്മാവനെ കാണണം. അമ്മാവന്റെ പേരെന്താ? രാജീവൻ. തുണ്ടത്തിപ്പറമ്പിൽ രാജീവ്. അതെ. വോട്ട് ലിസ്റ്റിലില്ല, വരാൻ സാധ്യത കുറവാണ്. മറ്റേ പാർട്ടിയാ? മറ്റേ പാർട്ടിയാ? ഏത് പാർട്ടിയാണെങ്കിലും തോറ്റിട്ടില്ല, 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 തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. 4 തവണ നിന്ന് തോറ്റത് ഞാനാണ്. നാട്ടുകാർക്ക് അറിയാം. പിന്നെ നമ്മൾ ഈ നുണ പറഞ്ഞ് പ്രചരണം നടത്തരുത്. നമ്മളുള്ള സത്യങ്ങൾ അങ്ങോട്ട് വിളിച്ചു പറ. ഉള്ള കാര്യം വിളിച്ചു പറ. അപ്പൊ ജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞാ പോരെ. ജയിച്ചിട്ടില്ല, 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 ജയിച്ച ചരിത്രം കേട്ടിട്ടില്ല. നേതാവിന്റെ സ്വഭാവം കൊണ്ട് ഇവിടുന്ന് ഒട്ട് കിട്ടില്ല. നമുക്ക് മലയടി വാരത്തിച്ചെന്ന് മൂപ്പന്റെ കൈയും കാലും പിടിച്ചാലോ എന്ന് ഞാൻ ആലോചിക്കും. മൂപ്പനാണെങ്കിൽ ഇപ്പൊ അവര് പഴയവരൊന്നുമല്ല, ബുദ്ധിയുള്ള ആൾക്കാരാ. എതിർ സ്ഥാനാർത്ഥികള് കള്ളും കഞ്ചാവുമായിട്ട് മൂപ്പന്റെ കാല് പിടിക്കാൻ പോകുന്നതിന് മുമ്പ് നമുക്കങ്ങോട്ട് വെറും കൈയോടെ ചെയ്യാം. നമ്മൾ വെറും കൈയോടെ ചെന്നാ മതി, മൂപ്പൻ അറിയാം കള്ളും കഞ്ചാവും വന്നത്. എന്നാ ഒരു കാര്യം ചെയ്യും, കള്ളും ബാ കഞ്ചാവും ബാ, അത് ഇന്ന് മൂപ്പന്റെ കാല് പിടിക്കാം. എന്നാ വാ. പെട്ടെന്ന് കമന്റ് കയറണം. മൂപ്പാ സന്തോഷമായി. നമസ്കാരം. നമസ്കാരം. എന്നെ മനസ്സിലായാ? പിന്നെ മനസ്സിലായി. എന്ത് മനസ്സിലായി? നിങ്ങൾ വോട്ട് ചോദിക്കാൻ വന്നവരല്ലേ? എങ്ങനെ മനസ്സിലായി? ഈ വെള്ളമുണ്ട്, ഈ തൊഴുത് കൈ പിടിച്ചതും പിന്നെ ഈന്നുള്ള ചിരിയും കണ്ടപ്പോ മനസ്സിലായി. 5 വർഷം മുമ്പ് ഇവിടെ വേറെ ആൾക്കാർ വന്ന് വോട്ട് ചോദിച്ച് അവരെ ജയിപ്പിച്ച് വിട്ട് പിന്നെ കണ്ടിട്ടില്ല തമ്പ്ര. അവരെ വീട്ടിലും കണ്ടിട്ടില്ല, നാട്ടിലും കണ്ടിട്ടില്ല. ആ ടൈപ്പ് അല്ല ഞാൻ മൂപ്പ ഇവിടെ കുറെ പരിഷ്കാരങ്ങൾ വരുത്താൻ വേണ്ടി വന്നിരിക്കുന്ന ആളാ. എന്റെ പേര് പത്മശ്രീ പരമേശൻ. പരമേശമല്ല, പത്മശ്രീ പരമേശൻ. ആറുമുഖം. ഒരു മുഖം തന്നെ കണ്ടു നിൽക്കാൻ പറ്റണില്ല. 5 കാണിക്കാത്തത് ബാക്കിയോ? മന്ത്രി തമ്പ്രാമല്ലേ? ഞങ്ങളുടെ നാട്ടിൽ ഈ ഒച്ച കേട്ടാ മരണ വീടാന്നേ തോന്നുള്ളൂ. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നല്ലോ. എന്ത് പറ്റി? പ്രായപൂർത്തി, ഷഷ്ടിപൂർത്തി? ഞങ്ങൾക്ക് ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസം തമ്പ്ര. എന്താ മൂപ്പ സന്തോഷം? നമ്മുടെ നാട്ടില് ഈ കാട്ടില് തീ വന്ന് പടർന്ന് പിടിച്ച് ഞങ്ങളൊക്കെ കരഞ്ഞ് ബല വിളിച്ച് വിഷമിച്ച് ദൈവത്തെ വിളിച്ച് ദൈവം പ്രത്യക്ഷപ്പെട്ട് മലദൈവം പ്രത്യക്ഷപ്പെട്ട് തമ്പ്ര. മലദൈവം വന്നിട്ട് നാക്ക് നീട്ടി വെള്ളം ചീറ്റിച്ച് ഈ തീ എല്ലാം അണച്ചു പോയാച്ചി. ഞങ്ങൾക്ക് ദൈവം ഫയർഫോഴ്സ്. ഞങ്ങളുടെ നാട്ടിൽ അത് ഫയർഫോഴ്സ്. മലദൈവം തമ്പ്ര. നിങ്ങൾക്ക് മലദൈവം. ഞങ്ങളുടെ നാട്ടില് ഫയർഫോഴ്സ്. എന്താ ഈ പറയണേ? മലദൈവത്തിന്റെ ഫോൺ നമ്പർ അറിയോ? ഇല്ല. 101. വിദ്യാഭ്യാസത്തിന്റെ ഭയങ്കര കുറവുണ്ട് തമ്പ്ര. ഒരു കാര്യം പറയാനുണ്ട് തമ്പ്ര. എന്താ മൂപ്പ? നിങ്ങൾ ജയിച്ചു പോകുമ്പോ ഇതൊന്ന് എടുക്ക് തമ്പ്ര. ഇപ്പൊ ശരിയായ അത് കഴുത്തലിട്ടു. ഇപ്പോഴാണ് കുരങ്ങിന് പൂമാല കിട്ടിയ പോലെ. തമ്പ്ര, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറമൂപ്പ, ഞാൻ സാധിച്ചു തരും. ജയിച്ചു പോകുമ്പോ നമുക്ക് 2 സ്റ്റൂള് വേണം തമ്പ്ര. 1 അല്ല 2 അല്ല 3 4 സ്റ്റൂൾ ഞാൻ എന്റെ ചെലവിൽ പണിയിപ്പിച്ചു ഞാൻ. സ്റ്റൂളല്ല, പിന്നെ ഈ പിള്ളേരൊക്കെ ഇരുന്നില്ലേ? പിള്ളേരൊക്കെ ഇരുന്ന് സ്കൂള്. മലയുടെ അടിവാരത്തിൽ ഒരു അംഗനവാടി, അതിന് തൊട്ട് മുകളിൽ ഒരു ഡേ കെയർ, പിന്നെ ഒരു പ്ലേ കെയർ, അതിനുശേഷം ഏറ്റവും മുകളിൽ ഒരു സൗജന്യ വിദ്യാഭ്യാസത്തിന്റെ ഒരു സ്കൂള്. മതി, നമുക്ക് മതി, അത് മതി. പഠിക്കണമെന്നുള്ളൊരു ചിന്ത വന്നല്ല, പഠിക്കാനല്ലേ. പിന്നെ ഉച്ചക്കഞ്ഞില്ലേ, അത് തിന്നാനോ. ഉച്ചക്കഞ്ഞി, രാവിലെ ഉച്ചക്കഞ്ഞി, വൈകുന്നേരം ഉച്ചക്കഞ്ഞി, രാത്രി ഉച്ചക്കഞ്ഞി, വെളുപ്പാങ്കാലത്ത് ഉച്ചക്കഞ്ഞി. അസുഖം മൂത്തതാണോ എന്നൊരു ഡൗട്ട്. ഇതാരാ മൂപ്പ? ഇതേ മോള്. ഭാര്യ എന്തേ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല തമ്പ്ര. അപ്പൊ ഇതാ? ഇവളും കല്യാണം കഴിച്ചിട്ടില്ല. 5 കുട്ടികളുണ്ട്. കല്യാണം കഴിക്കാതെ? കഴിച്ചിരുന്നെങ്കിൽ തെറ്റിപ്പോയല്ലേ. എന്റെ മോള് ചിരിത. ചെരവല്ല, ചിരിത. നമ്മുടെ അവിടുത്തെ മീനില്ലേ? ചിരിത. ചിരിത എന്ത് ചെയ്യുന്നേ? ഇവള് പടം നടിക്കും.
ഇവിടെ സിനിമയിൽ അഭിനയിച്ച തമ്പ്ര സിനിമ നടിയാണോ? ആ. എന്തോ ദൈവമേടാ. ഇങ്ങ് മറിക്ക്. മൂപ്പരോട് ഒരു ഫോട്ടോ എടുത്തേ. ഒരു ഫോട്ടോ ഒരു ഫോട്ടോ എടുത്തേ. ഫേസ്ബുക്കിൽ ഇപ്പൊ തന്നെ ഇടണേ. ഇവരുടെ ഒരു ഫോട്ടോ, ഇവരുടെ ഒരു ഫോട്ടോ. ഇവരുടെ. ആ കൊള്ളാം. ഓക്കെ ഓക്കെ. ഇതിലിട്ട് ഫോട്ടോ. അങ്ങനല്ലേ സാർ നിക്ക് സാർ ഇവിടെ നീ അങ്ങോട്ട് സാർ നിക്ക് അങ്ങോട്ട് സാർ നിക്ക് അങ്ങോട്ട് സാർ നീ ഇങ്ങോട്ട് സാർ നീ എടുത്തു. എന്ത് ഫോട്ടോ എടുക്കല? നല്ല ഫോട്ടോ അല്ല? പിന്നെ നല്ല ഫോട്ടോ. തമ്പ്ര ഇവിടെ സിനിമയിൽ അഭിനയിച്ച് ഞാൻ കണ്ടില്ല തമ്പ്ര. പിന്നെ അങ്ങനെ അറിഞ്ഞി? ഇവിടുത്തെ ചെറുപ്പക്കാർ പിള്ളേരില്ലേ അവരുടെ കയ്യിൽ ചെറിയ ടി വി ഇല്ലേ, മൊബൈല്, ആ അതിൽ കണ്ടാച്ചി നല്ല അഭിനയം ഒന്ന് പറഞ്ഞാച്ചി. എത്ര നാളായി അഭിനയിച്ചിട്ട്? ഞാൻ 7 മാസം. 7 മാസം. 2 മാസം കൂടി കഴിയട്ടെ, പടം റിലീസാവും കേട്ടാ. സിനിമയുടെ പേരെന്തായിരിക്കും? ക്ലിപ്രാണി. നല്ല പടമായിരിക്കും. നേതാവേ, നേതാവേ, ഇവനെന്തോ പറയാണ്ടെന്ന് പറയും. എന്താ പറയുള്ളൂ? എന്റെ മൊബൈൽ നമ്പർ ഇവൻ തരും, മെസ്സേജ് വിട്ടാൽ മതി, അവിടെ പോയിരുന്നു. പിന്നെ മൂപ്പ, ഈ നാട്ടിലേക്ക് നമ്മളൊരു നല്ല യാത്ര നടത്തി വന്നിരിക്കുകയാണ്. മലമ്പാമ്പാണ് നമ്മുടെ ചിഹ്നം. ഓ മലമ്പാമ്പ് നമ്മുടെ ദൈവമാണ്. ഇവിടെ മലമ്പാമ്പ് ഉണ്ടാ? ഓ മലമ്പാമ്പ് ഉണ്ടോന്ന്. ഇവിടെ ചേന നട്ടിருக்கு ചവിട്ടാത്. ചേന നട്ടേക്ക്. എന്തിനാ പേടിക്കണേ? പാമ്പുണ്ടാ? പാമ്പ്. പാമ്പ് ഇருக்கு, ധാരാളം പാമ്പ് ഇருக்கு. കടിക്കുവോ? അടുക്കും, ഉമ്മ വെക്കും. ഉമ്മ? ആ അനക്കോണ്ടയുണ്ടോ ഇവിടെ? അനക്കൊണ്ടുണ്ട് തമ്പ്ര. കാണാൻ പറ്റുവോ? അനക്കൊണ്ട് കാണാൻ പറ്റുമോന്നോ? അനക്കൊണ്ട് ഇവിടെ ഉണ്ട്. അല്ല, നമ്മ കണ്ട തിരിച്ചറിയോ? അനക്കൊണ്ടെ തിരിച്ചറിയണമെങ്കിൽ പാമ്പ് ഇങ്ങനെ കിടക്കുമ്പോ നമ്മൾ പതുക്കെ ചെന്ന് അനക്കൊണ്ട ഇങ്ങനെ തൊട്ട് നോക്കണം. അനക്കൊണ്ടെങ്കിൽ അനക്കൊണ്ട, അനക്കം ഇല്ലെങ്കിൽ അനക്കണ്ട. അവിടെ കിടന്നോട്ടെ. നമ്മൾ അടിപൊളിയാകണം. എന്തായാലും മലമ്പാമ്പ് ചിഹ്നത്തെ ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചു. മലമ്പാമ്പാണ് ഞങ്ങളുടെ ചിഹ്നം. എന്റെ പേര് പരവേശൻ. മൂന്നാമത്തത് വേണ്ട. എന്ത്? അടിയിടി ആയിക്കും. വെടി വേണ്ട. അതെന്താ? വെടിയും പുകയും പടക്കവും തീയും എനിക്ക് പേടിയാണ്. അതെന്താ കാര്യം? എന്റെ അച്ഛൻ മൂപ്പ, എന്റെ അച്ഛൻ 4 തവണ മത്സരത്തിൽ തോറ്റവനാണ്. 5ാം തവണ കിടക്കാൻ മരണപ്രായത്തിൽ നിന്നു മത്സരിച്ചു, ജയിച്ചു. വൻ ഭൂരിപക്ഷത്തിലാണ് അച്ഛൻ ജയിച്ചത്. തുടർന്ന് നടന്ന ആഹ്ലാദ പ്രകടനത്തിൽ പടക്കം പൊട്ടിത്തെറിച്ചാണ് അച്ഛൻ മരിച്ചത്. അപ്പൊ അതുകൊണ്ട് വെടി, തീ, പുക, പടക്കം ഇതും എന്റെ 5ാമത്തെ മത്സരമാണ്. അതുകൊണ്ട് ഈ സാധനം നമുക്ക് വേണ്ട. വൻ ഭൂരിപക്ഷം എന്ന് പറയാൻ എത്ര വോട്ടിനയച്ചു? ഒറ്റ വണ്ണെന്ന് പറഞ്ഞെന്താ? അത് തന്നെയാണ് ഞാനും പറഞ്ഞു. അതിന്റെ അപ്പുറത്തേക്ക് ഞാനൊന്നും പറഞ്ഞില്ല. തമ്പ്ര ഒരു കാര്യം ചൊല്ലാണ്ട്. എന്തോ? ഇവക്ക് ഒരു ചെറുക്കനെ വേണം. നമ്മുടെ ഇപ്പൊ അല്ലേ കാട്ടി വിളിച്ചപ്പോഴും കൂടെ പോട്ടെ. കാട്ടിൽ നിന്ന് വേണ്ടേ, നാട്ടിൽ നിന്ന് മതി. നാട്ടിൽ ഒരുപാട് പേരുണ്ട്. ഒരാള് നമുക്ക് ശരിയാക്കണം. ആഗ്രഹങ്ങളുണ്ടാ? ஆഗ്രഹങ്ങള്, ഇഷ്ടങ്ങള് ഏത് മാതിരി ഇരിക്കണം? இந்த மாதிரி இருக்கணும். தாடி, மீசை, உண்ட கண்ணு இந்த மாதிரி தான் இருக்கணும். கருப்பு எனக்கு இஷ்டம். அப்பா இந்த பொட்டா மனம் வேணும். அப்பா எனக்கு இந்த பொட்டா மனம் வேணும். இந்த மனம் കുളിക്കണ്ട. തമ്പ്ര പിന്നെ ഒരു കാര്യമുണ്ട്. തുള്ളണം, തുള്ളൽ അറിയണം. ഇവിടുത്തെ ഡാൻസ് സ്കൂൾ നടക്കാൻ പോണം. അതല്ലേ ഇവളുടെ താളത്തിനൊത്ത് തുള്ളണം. അങ്ങനത്തെ ആള് വേണം. വരക്കും തമ്പ്ര, വരച്ച വര നിർത്തും ആളാ. അപ്പൊ നല്ല ആളാ. അപ്പൊ ഒരുത്തരെ ബലി കൊടുക്കാനാണ് ഇപ്പൊ കാട്ടിലേക്ക് വേണ്ടത്. എന്തായാലും ഞാൻ നാട്ടിൽ ചെന്നിട്ട് നല്ലൊരു ചെറുക്കനെ ഞാൻ കൊണ്ടുവന്ന് വരാം. നിങ്ങൾ കണ്ടതിലും വന്നതിലൊക്കെ സന്തോഷം. മൂപ്പന്റെ അനുയായികളോട് പറഞ്ഞ് വിലയേറിയ സമ്മതി മറ്റേ സാധനം എനിക്ക് തന്നെ നൽകി എന്നെ രക്ഷപ്പെടുത്തിയേക്കണം. മലമ്പാമ്പാണ് ഞങ്ങളുടെ ചിഹ്നം. ഞങ്ങൾ വിജയിപ്പിക്കൂ തമ്പ്ര. ഭക്ഷണം കൊടുക്കൂ, ജീവൻ രക്ഷിക്കൂ, അതാണ് എന്റെ പ്രധാന മുദ്ര. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. ഞങ്ങളുടെ കാട്ടിൽ വന്നിട്ട് തമ്പ്രാന് വസ്ത്രം തരണം. അയ്യോ എനിക്ക് വേണ്ട, വേണ്ട, വേണ്ട. പഴങ്ങളൊക്കെ എടുത്തിട്ട് ഒന്നും വേണ്ട. ഭക്ഷണം കൊടുക്കൂ, ജീവൻ രക്ഷിക്കൂ, അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ഞങ്ങളുടെ കാട്ടിൽ വന്നിട്ട് ഞങ്ങൾ പഴങ്ങളൊക്കെ തിന്ന്. വേണ്ട, ഒന്നും വേണ്ട. ഞങ്ങളുടെ കാട്ടിലുണ്ടായ പഴങ്ങള് നോക്ക്, പച്ചമുളക് എല്ലാവർക്കും. അയ്യോ വേണ്ട, നിങ്ങൾ കഴിച്ചോളൂ, ഞങ്ങൾ നാട്ടിൽ പോയി കഴിച്ചോളാം. നിങ്ങൾ കഴിക്കണം, കൊണ്ടുവന്നല്ലേ കഴിക്ക്. നിങ്ങൾ കഴിക്ക്. ഞങ്ങൾ കീടനാശിനികൾ കഴിച്ച് ശീലിച്ചു പോയി. നിങ്ങൾ കഴിക്ക്. നിങ്ങൾ കഴിക്കുന്നതാണ് എനിക്ക് സന്തോഷം. നിങ്ങൾ കഴിക്ക്. നിങ്ങൾ കഴിക്ക്. നിങ്ങൾ കഴിക്കുന്നതാണ് ഞങ്ങൾക്ക് സന്തോഷം. അതല്ല, നിങ്ങൾ കഴിക്ക്. നിങ്ങൾ കഴിക്കണല്ലേ ഞങ്ങൾക്ക് സന്തോഷം. ഇല്ല, ഇത് നിങ്ങൾക്കുള്ള ഭക്ഷണോ? അതല്ല ഞാൻ പറയണത്. നിങ്ങൾ നിർത്തിക്കൊണ്ട് ഞങ്ങൾ കഴിക്കണത് ഒരു ബുദ്ധിമുട്ടല്ലേ? നിങ്ങൾ കഴിക്ക്. നിങ്ങൾക്കുള്ള ഇതാണ് നിങ്ങൾക്കുള്ള ഭക്ഷണം. അപ്പൊ നിങ്ങൾക്കുള്ളതാ? ഞങ്ങൾക്കുള്ള ഭക്ഷണമാണ്. ദിലീപേട്ടൻ 2020 പ്രൊഡ്യൂസ് ചെയ്തു. അപ്പം നമുക്കൊരു സന്തോഷമാണ്. കാരണം ഇദ്ദേഹം ഒരു മിമിക്രിക്കാരനായിരുന്നു എന്ന് പറയുന്നത്. അതുപോലെ ജയസൂര്യ ഇവിടെ എത്തി ഇപ്പം ഒരു സൂപ്പർ ഹിറ്റ് ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസറായി മാറി.
ഏതെങ്കിലും ഒരു ബന്ധുത്വം വഴിയോ അല്ലെങ്കിൽ കുറുക്ക് വഴികളിലൂടെ ഒന്നും സിനിമയിൽ എത്തിയിട്ടുള്ള ഒരാളല്ല ജയസൂര്യ. അത്ര ആഗ്രഹിക്കാമോ അത്രയും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അത്രയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്തിട്ട് സിനിമയിൽ എത്തിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ജയസൂര്യയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴിവ് നമുക്ക് എപ്പോഴും വേണം. കഴിവ് ഇപ്പോൾ നമ്മൾ മനുഷ്യനായാലും അഭിനയിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെയാണ്. കഴിവ് അവിടെയുണ്ട്. ബാക്കി എന്ന് പറയുന്നത് കഠിനാധ്വാനം, ഭാഗ്യം, ബുദ്ധി, ഇത് മൂന്നും കൂടിയ ഒരാളാണ് ജയസൂര്യ എന്ന് പറയുന്നത്. കഠിനാധ്വാനം എന്ന് പറയുന്നത് നമ്മൾ ലോട്ടറി എടുക്കുന്ന പോലെയാണ്, എടുക്കണം എന്നാലേ പറ്റുള്ളൂ. ഭാഗ്യം അത് അടിക്കണം, അടിച്ചും കഴിഞ്ഞാലും ലോട്ടറി 1 കോടി രൂപ അടിച്ചാലും ബുദ്ധി ഇല്ലാത്തവന് 1 കോടി രൂപ നശിപ്പിച്ച് ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെയും പാവപ്പെട്ടവനായിട്ട് നിൽക്കും. എത്തിപ്പെട്ട കാരണം ഇത്രയും വാചലനായ ജയസൂര്യയുടെ ഫസ്റ്റ് പടത്തിൽ ഊമയായിട്ടാണ് അഭിനയിച്ചത്. ഞാൻ വിനയ് സാറ് ഒക്കെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, കാരണം പുള്ളിയുടെ ഫോണിൻ പ്രോഗ്രാം കണ്ടിട്ടാണ് ഞാൻ പുള്ളിനെ ഈ പരിപാടിയിൽ നായകനാക്കിയെന്ന്. ഞാൻ എപ്പോഴും അത്ഭുതപ്പെടും. ആ ഫോണിൻ പ്രോഗ്രാമിൽ ഇത്രയും മിണ്ടുന്ന ഒരാളെ ഊമയായിട്ട് കാസ്റ്റ് ചെയ്യാൻ എങ്ങനെ? അതുകൊണ്ട് രക്ഷപ്പെട്ട് സംസാരിക്കുന്ന പടമാണ് ഫസ്റ്റ് അന്നേ ഔട്ടായി പോയത്. അങ്ങനെ വന്ന ഒരാളാണ് എപ്പോഴും നിൽക്കുന്നു. അതിന്റെ എല്ലാവിധ ആശംസകളും. അപ്പൊ സിനിമ ഇനിയും നിർമ്മിക്കുന്ന സിനിമകളെല്ലാം ഹിറ്റ് ആവട്ടെ, ഉയരങ്ങളിലേക്ക് പോട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. നിന്റെ സ്ക്രിപ്റ്റിലാവട്ടെ, നടക്കട്ടെ, നല്ല സംഭവിക്കട്ടെ. അതെ, ഈ സിനിമ അങ്ങനെ പ്ലാൻ ചെയ്തതാണോ അല്ലെങ്കിൽ ഒരു കഥ കേട്ടിട്ട് ഇത് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് തീരുമാനിച്ചു? ഇല്ല ശ്രദ്ധിക്കുക, ഇതുപോലെ രഞ്ജിത്ത് വന്നിട്ട് കഥ പറഞ്ഞു. പുണ്യാളുടെ കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, നല്ല ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം ഞാൻ ആദ്യമായിട്ടാണ് തൃശ്ശൂർക്കാരനായിട്ട് അഭിനയിക്കുന്നത്. അതിൻ്റെ ടെൻഷൻ കിടക്കുന്നു. കാരണം ഒന്ന് മമ്മൂക്കയും ലാലേട്ടനൊക്കെ അഭിനയിച്ച് വെച്ചിരിക്കുന്ന സംഭവമാണ്. എന്താണെങ്കിലും കമ്പാരിസനേ ചെയ്യുള്ളൂ, പോരാ എന്നൊക്കെ പറയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിലേക്ക്. അപ്പോൾ രഞ്ജിത്ത് ചോദിച്ചു, ഇത് പ്രൊഡ്യൂസ് ചെയ്താലോ എന്ന് ചോദിച്ചു, കൂടുന്നോ എന്ന് ചോദിച്ചു. ഞാൻ ആലോചിച്ചു, കാരണം എന്തുകൊണ്ട്? നല്ലൊരു സിനിമ, നല്ലൊരു സബ്ജക്റ്റ്, നല്ലൊരു കഥാപാത്രം, നല്ല വിശ്വസനീയമായ കഥ. ഞാൻ പറഞ്ഞു രഞ്ജിത്ത് ചെയ്യാം. ചില ഒരു എന്താ പറയുക ഇൻറ്റ്യൂഷൻ ആണല്ലോ അല്ലേ, ഒരു നിയോഗമാണ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട സിനിമയായിരുന്നു അത്. അത്രേ ഉള്ളൂ. അത് അല്ലാതെ പ്ലാൻ ചെയ്ത് അപ്പോൾ അങ്ങനെ കൈ കൊടുത്തതാണ്. അതെ, പക്ഷെ ആ പടം സക്സസ് ആയതിന്റെ പേരിൽ ഇപ്പൊ നമ്മൾ പറയുന്നു വളരെ ബുദ്ധിപരമായ തീരുമാനമായിരുന്നു. ആ പടം പൊളിഞ്ഞ് പാളീസായിരുന്നു. ഈ പറയാം ആവശ്യമില്ലാത്ത കാര്യം എല്ലാം ചെയ്യണമായിരുന്നു, അറിയുന്ന പണി ചെയ്താൽ പോരെ എന്നും ചോദിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. എനിക്ക് ശരിയെന്ന് തോന്നുന്നു, ഞാൻ ചെയ്തു. അല്ല, നമ്മൾ നിൽക്കുന്ന ഫീൽഡിൽ പണം മുടക്കാൻ നമുക്ക് ധൈര്യമില്ലെങ്കിൽ അതെ മറ്റൊരാൾക്ക് എങ്ങനെയാണ് ധൈര്യം ഉണ്ടാവുക? അപ്പൊ നമുക്ക് ധൈര്യമില്ലാത്ത കാര്യം മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുന്നത് നിൽക്കുന്ന ഫീൽഡിൽ പണം മുടക്കുന്നതാണ്. കാരണം ഇതിന്റെ വക്കും മൂലയൊക്കെ നമുക്കറിയാം. അമിതാഭ് ബച്ചൻ വരെ വേറെ ബിസിനസ് ചെയ്യാൻ പോയിട്ട് തിരിച്ചു വന്നിട്ടുള്ള ആളാണ് സിനിമയിലോട്ട്. സിനിമയ്ക്കിൽ നിൽക്കുന്ന ഒരു കലാകാരൻ കലയല്ലാത്ത മറ്റ് ബിസിനസ്സുകൾ ചെയ്യാൻ എപ്പോഴെല്ലാം പോയിട്ടുണ്ടോ ബഹുഭൂരിപക്ഷം ആൾക്കാരും തോറ്റു വന്നിട്ടുള്ളവരാണ്. കലാകാരൻ കലാകാരന് ബിസിനസ് പറ്റില്ല. ഇനി അഥവാ സക്സസ് ആയിട്ടുള്ള ബിസിനസ്സുകാരുണ്ടെങ്കിൽ അവരൊന്നും കലാകാരന്മാരല്ല. ഏതെങ്കിലും ബിസിനസ് തുടങ്ങിയാൽ പൊളിഞ്ഞു പോണേ എന്റെ ആൾക്കാർ പറയട്ടെ, മടിയാവും. കാരണം കലാകാരൻ എപ്പോഴും സെൻസിറ്റീവാണ്. കലാകാരന് ഒരിക്കലും കണ്ണിങ് ആകാൻ പറ്റില്ല, ഷാർപ്പാകാൻ പറ്റില്ല. മറ്റുള്ളവരുടെ വേദനകൾ, മറ്റുള്ളവരുടെ വിഷമങ്ങൾ ഇതൊക്കെ വളരെ പെട്ടെന്ന് മനസ്സിലെടുക്കുന്നവരാണ്, സെൻസിറ്റീവാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ കലാകാരന്മാരായിട്ട് നിൽക്കുന്നത്. നമുക്കത് എടുക്കാനും അത് റീപ്രൊഡ്യൂസ് ചെയ്യാനും പ്രേക്ഷകരുടെ മനസ്സിലേക്ക് അത് പകർത്താനും ഒക്കെ കഴിയുന്നത് അതുകൊണ്ടാണ്. അത് മാത്രമല്ല, ചിലപ്പോൾ ഇപ്പം പുണ്യാളൻ്റെ പടം നടക്കുമ്പോഴോ അല്ലെങ്കിൽ അതിൽ അഭിനയിക്കുകയോ ഞങ്ങൾ ഒന്നിച്ച് ശേഷം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ വിജയാഘോഷ പരിപാടിക്ക് എന്നെ വിളിച്ചു. ഞാൻ കുടുംബസമേതം പോയി. ഇടയ്ക്ക് ഒരു 6 മാസം കൂടുമ്പോൾ ഒരു വിളിയൊക്കെ ജയസൂര്യയുടെ വിളി വരുള്ളൂ. ഒരു ദിവസം എന്നെ വിളിച്ചു, നീ എവിടെ ഉണ്ടോ? ഇന്ന സ്ഥലത്തുണ്ട്. ഫോർട്ട് കൊച്ചി ഭാഗത്തൊരു വീട്, അല്ലെ, വീട് മഴയത്തോ കാറ്റത്തോ ഷോക്ക് കത്തിപ്പോ ഒരു വീട് ഇങ്ങനെ നശിച്ചു പോയിട്ടുണ്ട്. അവർ വളരെ കഷ്ടപ്പാടിലാണ്. അതിൻ്റെ അക്കൗണ്ട് നമ്പറൊക്കെ പേപ്പറിൽ കണ്ടു. പറ്റുവാണെങ്കിൽ നിന്നെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഒരല്പം പൈസ നീ അക്കൗണ്ടിലോട്ട് ഇടണം എന്നൊരു ദിവസം ഇത് പറയാൻ വേണ്ടി മാത്രമായിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാരലായിട്ട് ഒരുപാട് നമ്മൾ ഈ പറഞ്ഞൊരു കലാകാരൻ്റെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ധാരാളമുള്ള ഒരാളും കൂടെയാണ് ജയസൂര്യ. അതും ഒരു വലിയ അതിപ്പോ ജയസൂര്യ മാത്രമല്ല, നമ്മളുടെ പല കലാകാരന്മാരും അതിപ്പോ വളരെ ഭംഗിയായിട്ട്. അല്ല, അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പ്രോഗ്രാം തന്നെ. ഈ പ്രോഗ്രാം കിട്ടുന്ന പൈസ ഇതിന്റെ പ്രൊഡ്യൂസർക്കോ കാര്യങ്ങൾക്കോ ഒന്നും അല്ലല്ലോ, അല്ലേ? നമ്മളെ അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്കാണ് നമ്മൾ കൊടുക്കണം. അപ്പൊ ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി തന്നെയാണ് ഈ നന്മയുടെ കൂട്ടായ്മ. ഇത്തരം ഈ ഒരു ഇത് ഇപ്പോൾ ഇവിടെ സുരേഷ് ഗോപി വന്നു. അദ്ദേഹത്തിൻ്റെ ഇവിടെ മിമിക്രി കലാകാരനല്ല, എന്നിട്ട് പോലും നമ്മുടെ ഈ ഒരു നന്മ ആണ് ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം വിളിച്ച ഉടനെ എനിക്ക് കണ്ണു നിറഞ്ഞു പോയ ഒരു എപ്പിസോഡാണ് നമ്മുടെ വീടി രായപ്പൻ ചേട്ടനെ നമ്മൾ വീട്ടിൽ പോയിട്ട്. അതൊരു ഭയങ്കര വിദേശത്തൊക്കെ പരിപാടിക്ക് ഇപ്പോൾ ഒരുപാട് പേര് നെറ്റിൽ അത് ഷെയർ ചെയ്യപ്പെട്ടവരൊക്കെ കണ്ടിട്ട് എന്നോട് ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം, അതുപോലെ ചെയ്ത കാര്യം ഏറ്റവും നല്ല ഒരു കാര്യമാണ്. കാരണം ഇതുകൊണ്ട് നമ്മൾ ചില ഒരു കലാകാരൻ്റെ വീടിനടുത്ത് അവിടുത്തെ നാട്ടുകാരെ സംഘടിപ്പിക്കുന്ന ചാരിറ്റി ഷോ
അല്ലെങ്കിൽ നമുക്ക് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ ചില മുല്ലപ്പെരിയാർ ഡാം പൊളിയാറായി അതിന്റെ താഴെ ഒരു ഷോ ഉണ്ടെന്ന് പറഞ്ഞ ഒരു ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരാള്. ഡാമിന്റെ താഴെ അവർക്ക് വേണ്ടിയിട്ട് മുല്ലപ്പെരിയാർ ഇപ്പൊ പൊളിയും, അപ്പം നമ്മുടെ ഒരു ഷോ അവർക്ക് വേണം. ഞാൻ എന്തിനാ ഡാം പൊളിയടുത്ത് വന്ന് 1 മണിക്കൂർ കൊണ്ട് തിരിച്ചു പൊളിഞ്ഞാൽ ഞാൻ കൊച്ചിയിലേക്ക് വരും ഒഴുകിയിട്ട്. പക്ഷെ ഇതൊക്കെ ശരിക്ക് ഈ ഏറ്റവും നല്ല ജെനുവിനാണ്, അത് വളരെ വലിയ കാര്യമാണ്.